ദുരന്തർ ടു ദ റിവെഞ്ച് എന്ന സിനിമയുടെ കേരളത്തിലെ ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും പരിശോധിക്കാൻ നമുക്ക് കഴിഞ്ഞ 18 ദിവസത്തെ നിമിഷമില്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ. ദുരന്തർ സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് രണ്ടാം ഭാഗത്തിന് കേരളത്തിലെ സിനിമയ്ക്ക് ടോട്ടൽ 17 ദിവസം കൊണ്ട് നിലവിലെ 17,66,00,000 കംപ്ലീറ്റ് ആയത്. സിനിമയ്ക്ക് 18-ാം ദിവസം ഞായറാഴ്ചയായിട്ട് സിനിമയ്ക്ക് 30 ലക്ഷമാണ് കേരളത്തിൽ കളക്ഷൻ കാണാൻ സാധിച്ചത്. അങ്ങനെ ടോട്ടൽ 18 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 17,96,00,000 ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ മാത്രം സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 7,78,00,000. എന്തായാലും ദുരന്തർ 2 എന്ന സിനിമ ദുരന്തർ 1-നേക്കാളും വലിയൊരു കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. SRKന്റെ രണ്ട് സിനിമകളുടെയും കളക്ഷൻ മറികടന്നിരിക്കുകയാണ് നിലവിൽ. എന്തായാലും ദുരന്തർ സിനിമയായിരിക്കും രണ്ടാം ഭാഗം നിലവിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ ബോളിവുഡ് നമ്മുടെ കേരളത്തില്. ഇനി എന്തായാലും തമിഴ്നാട് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 18 ദിവസം കൊണ്ട് തമിഴ്നാട്ടിലെ 35,46,00,000. കർണാടകയിലെ 123,97,00,000. കർണാടകയിലൊക്കെ സിനിമ 100 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും സൗത്ത് നിന്ന് മാത്രം സിനിമയ്ക്ക് ടോട്ടൽ 268,22,00,000 സൗത്ത് കളക്ഷൻ മാത്രം സിനിമയ്ക്ക്. എന്തായാലും സൗത്തിലാണെങ്കിൽ പോലും സിനിമയ്ക്ക് 260 കോടിന് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്തായാലും സിനിമയുടെ ടോട്ടൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് പരിശോധിക്കുക നമുക്ക് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ഓൾമോസ്റ്റ് 1,228 കോടിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് നമ്മുടെ ദുരന്തർ 2 സിനിമയ്ക്ക്. ഇനി നമുക്ക് ഓവർസീസ് പരിശോധിക്കാം നമുക്ക് ഇന്ത്യന്റെ വെളിയിലെ കളക്ഷൻ. ഇന്ത്യന്റെ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ടോട്ടൽ 394 കോടിയാണ്. എന്തായാലും 400 കോടിയിലോട്ട് പോവുകയാണ് നമ്മുടെ ദുരന്തർ സിനിമ ഓവർസീസ് മാത്രമായിട്ട് എന്തായാലും ഈ ആഴ്ച അവസാനത്തോടെ. എന്തായാലും നമ്മുടെ ദുരന്തർ 2 സിനിമയ്ക്ക് ടോട്ടൽ അങ്ങനെ 18 ദിവസം കൊണ്ട് 1,600 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 1,622 കോടിയാണ് നിലവിൽ സിനിമയുടെ 18 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ. എന്തായാലും നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ നമ്മുടെ ഡെങ്കൽ എന്ന് പറഞ്ഞ സിനിമയാണ് 2,023 കോടി. പിന്നെ പുഷ്പ 2 1,871 കോടി. പിന്നെ ബാഹുബലി 2 എന്ന സിനിമ 1,810 കോടി. എന്തായാലും 4-ാം സ്ഥാനം ദുരന്തർ ടു ദ റിവെഞ്ച് എന്ന സിനിമ തന്നെയാണ് 1,622 കോടിയായിട്ട്. എന്തായാലും ഇനിയും ഒരുപാട് കളക്ഷൻ ആവശ്യമാണ്. ബാഹുബലി 2, പുഷ്പ, പിന്നെ നമ്മുടെ ലൈഫ് ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് ആയ ഡെങ്കൽ എന്നീ സിനിമകളുടെ കളക്ഷൻ മറികടക്കാനായിട്ട്. എന്തായാലും വെറും 18 ദിവസം മാത്രമാണ്, ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ് 30 ദിവസം കംപ്ലീറ്റ് ആവാനായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു കളക്ഷൻ തകർക്കുമോ ഇല്ലയോ എന്ന്. എന്തായാലും നമ്മുടെ ഓവർസീസിലും നമ്മുടെ ഹയസ്റ്റ് ഗ്രോസിംഗ് ലിസ്റ്റിൽ നമ്മുടെ ദുരന്തർ 2 എന്ന സിനിമ 4-ാം സ്ഥാനം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മുടെ ബാഹുബലി 2, ജവാന്, പത്താനൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഓവർസീസിൽ ഹയസ്റ്റ് ഗ്രോസിംഗ് ആയിട്ട്. അവിടെ എന്തായാലും ഓവർസീസിൽ ഇന്ത്യന്റെ വെളിയിൽ നമ്മുടെ SRKന്റെ ആ പത്താനും അതുപോലെ തന്നെ ജവാന്റെയും കളക്ഷൻ ഒന്നും നമുക്ക് പ്രഭാസിന്റെ ബാഹുബലി 2 സിനിമേന്റെയും കളക്ഷൻ നമ്മുടെ ദുരന്തർ 2 സിനിമയ്ക്ക് തകർക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇനിയും ആവശ്യമാണ് ഒരുപാട് കളക്ഷൻ ഓവർസീസിൽ. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് വരും ദിവസങ്ങളിൽ ദുരന്തർ 2 സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. നിമിഷമില്ലാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ. സിനിമ കണ്ടവരെന്നാലും മറക്കാതെ അടുത്ത അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക.